നിങ്ങളൊരു പുതിയ പൾവറൈസർ വാങ്ങുന്നവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ കാണണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു പൾവറൈസർ വെച്ചിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. 10 HP 12 HP കിട്ടുന്ന ടെക്നോളജി നമ്മളാണ് ആദ്യമായിട്ട് 3 HP പൾവറൈസറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പൾവറൈസറിൽ ഇരുമ്പിട്ടാലും ഒന്നും തന്നെ ആവില്ല, കാരണം ആരും കൊടുക്കാത്ത ഈ ഒരു ടെക്നോളജിയാണ്. നിങ്ങളൊരു പൾവറൈസർ വാങ്ങുകയാണെങ്കിൽ ഞാൻ പറയുന്ന ചാമ്പർ സൈസ് ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കുക. പൾവറൈസറിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഡബിൾ കമ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്നത്. അത് എന്തിനാണെന്ന് അറിയോ? ഇത്രയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള പൾവറൈസർ നമ്മൾ 10,000 രൂപ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. മസാല മാവ് ബിസിനസ് എല്ലാം തുടങ്ങാനിരിക്കുന്ന ഒരു വീട്ടമ്മമാരാണെങ്കിലും ശരി, അല്ലെങ്കിൽ കന്നുകാലികൾ വെച്ചിട്ടുണ്ട്, അവർക്കുള്ള തീറ്റ പുറത്തു നിന്നാ വാങ്ങണത്, അത് നിങ്ങൾക്ക് സ്വന്തമായി പൊടിക്കണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും ശരി, നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഒരു പൾവറൈസർ വാങ്ങുമ്പോൾ അത് എങ്ങനെ വാങ്ങണം, എന്തൊക്കെ ചെക്ക് ചെയ്ത് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ ഒരു മാർക്കറ്റിംഗ് വീഡിയോ അല്ല, ഒരു പൾവറൈസർ എങ്ങനെ നോക്കി വാങ്ങണം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് ഇത്. ഒരു പൾവറൈസർ വാങ്ങുമ്പോൾ അത് ഹാമറബിൾ ടൈപ്പ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതിലും പ്രധാനം അത് ഫ്ലെക്സിബിൾ ബീറ്റർ ആണോന്നും കൂടി ചെക്ക് ചെയ്യുക. ഈ ഫ്ലെക്സിബിൾ ബീറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ധാന്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് അത് അടിച്ചു പൊടിച്ച് നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ പുറത്തു നിന്നൊക്കെ പൾവറൈസർ വാങ്ങുകയാണെങ്കിൽ അതിൽ ഫിക്സഡ് ബീറ്റർ ആയിരിക്കും. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ധാന്യങ്ങളൊക്കെ നമ്മൾ ഇരുന്ന സമയത്ത് കുടുങ്ങി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മോട്ടർ ലോഡ് ആകും, മിഷൻ അത് ഓട്ടോമാറ്റിക്കലി തന്നെ അത് ഓഫ് ആയി പോകും. ഇപ്പൊ ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡാമേജ് വന്നെന്ന് വെച്ചാൽ മൊത്തം ഫ്രെയിമേ നമുക്ക് മാറ്റേണ്ടി വരും. എന്നാൽ ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമുക്ക് ഏതാണ് സ്ഥലത്ത് ഡാമേജ് ആ ഒരു ഇത് മാത്രം മാറ്റിയാൽ മതി. അപ്പൊ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആണോ എന്ന് നോക്കിയിട്ട് വേണം വാങ്ങണമെങ്കിൽ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, നമ്മൾ ആരും കൊടുക്കാത്ത 10 ഇഞ്ച് ചാമ്പർ സൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് 10 to 15% എക്സ്ട്രാ കിട്ടും. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ട്രേ ആണ്. നമ്മൾ ഈ അരിയൊക്കെ ഇടുന്ന സമയത്ത് കൈ കൊണ്ട് തള്ളേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പർ രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മളിൽ 2 കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ട് ഇടുന്ന സമയത്ത് ആദ്യ കമ്പാർട്ട്മെന്റിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്തിനാ 2 എണ്ണം കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതിന്റെ വെന്റിലേഷൻ അധികമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മളിപ്പോ താഴെയും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഈ മാവൊക്കെ ചൂടായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പെർഫോമൻസ് ആസ്പെക്ട് നോക്കി, ഇനി നമുക്ക് സേഫ്റ്റി ആസ്പെക്ട് നോക്കാം. ഈ പൾവറൈസറിൽ പൊടിക്കുന്നത് നമ്മൾ കഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാനായിരിക്കും. അപ്പൊ നമ്മൾ ഈ പാക്കറ്റോടെ ഇരുന്ന സമയത്ത് പിന്നോ അല്ലെങ്കിൽ തുരുമ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ വീഴും. അപ്പൊ അത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാഗ്നറ്റിക് കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റിക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഹൈജീനിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. അടുത്ത സേഫ്റ്റി ആസ്പെക്റ്റിൽ നമ്മൾ മോട്ടറും പുള്ളിയും എല്ലാം മിഷന്റെ ഉള്ളിൽ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാരിയോ മുണ്ടോ ഒന്നും തന്നെ അതിൽ കുടുങ്ങില്ല. അടുത്ത നമ്മുടെ മോട്ടർ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെന്റിലേഷൻ സൂപ്പർ ആയിട്ട് കിട്ടും. അടുത്ത നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന മാവ് വെന്റിലേഷൻ ഫാനിൽ കുടുങ്ങി നമ്മുടെ മോട്ടറിന്റെ ലൈഫ് കുറയും. എന്നാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈനിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അടുത്ത നമ്മുടെ നൈസ് ആൻഡ് പൾവറൈസറിൽ എന്തൊക്കെ പൊടിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ അരി, മല്ലി, ഗോതമ്പ്, ചെറുപയർ എന്നിങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇതിൽ വളരെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാം. അതല്ല, ഇനി നിങ്ങൾക്ക് ഒരു പശു ഫാമാണ് ഉള്ളതെങ്കിൽ പശുവിന് വേണ്ട എല്ലാ ധാന്യങ്ങളും നമുക്ക് ഇതിലിട്ട് പൊടിക്കാൻ പറ്റും. അത് മാത്രമല്ല ഇപ്പൊ 3 HP 5 HP പൾവറൈസറും നമ്മളുടെ അവിടെ അവൈലബിൾ ആണ്. ഒരു പൾവറൈസർ മെഷീൻ എങ്ങനെ വാങ്ങണമെന്ന് നോക്കി ഇനി എന്തുകൊണ്ട് MDMൽ വാങ്ങണമെന്ന് നമുക്ക് നോക്കാം. ഒരു മെഷീന്റെ ഡിസൈനും സേഫ്റ്റിയും എത്ര ഇമ്പോർട്ടന്റ് ആണോ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് സർവീസും സ്പെയർസും. അപ്പൊ ഇത് രണ്ടും കിട്ടണമെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിൽ തന്നെ മെഷീൻ വാങ്ങിക്കണം. നമ്മുടെ MDM 10 വർഷമായിട്ട് മാനുഫാക്ചറിംഗ് ചെയ്തു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ കമ്പനി വന്നിട്ട് കോയമ്പത്തൂരാണ്, പക്ഷെ നമ്മുടെ കേരളത്തിൽ ഷൊർണൂർ സർവീസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മിഷനിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് അത് ശരിയാക്കി തരും. അപ്പൊ ഇത്രയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ഈ 3 HP പൾവറൈസറിന്റെ റേറ്റ് വന്നിട്ട് 44,990 ആണ്. എന്നാൽ നിങ്ങൾക്ക് 10,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ച് വെറും 34,990 രൂപയ്ക്ക് നിങ്ങൾക്ക് മിഷൻ എടുത്തുകൊണ്ട് പോകാം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ 5 HP ആണെങ്കിൽ നിങ്ങൾക്ക് 49,990 ആണ് മിഷന്റെ റേറ്റ് വരുന്നത്. എന്നാൽ നമ്മൾ 10,000 രൂപ ഡിസ്കൗണ്ട് കഴിച്ച് 39,990 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ ഈ നൈസ് ആൻഡ് പൾവറൈസറിനൊപ്പം 8 സ്ലീവും ക്ലീനിങ് കിറ്റും നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ കിട്ടും. അത് മാത്രമല്ല നമ്മൾ ആദ്യം വിളിക്കുന്ന 10 പേർക്ക് ഈസി EMIയിലും ഈ മിഷൻ എടുത്തോണ്ട് പോകാം. അത് മാത്രമല്ല ഇപ്പൊ 1 day to Sunday വരെ കമ്പനി അവൈലബിൾ ആണ്. അപ്പൊ ഈ മിഷനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.